ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വാനില കേക്ക്. കേക്ക് ഉണ്ടാക്കാനായി റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ, അരക്കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, മിക്സി ജാറിൽ 2 മിനിറ്റ് അടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. മിനിമം 2 മിനിറ്റെങ്കിലും അടിച്ചെടുത്താലേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സിയിൽ കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടയാവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. ബാറ്റർ അല്പം ലൂസാവാനായിട്ട് 1/4 കപ്പ് പാൽ അല്പാൽപ്പായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. തിളപ്പിച്ചാറിയതോ റൂം ടെമ്പറേച്ചറിലുള്ളതോ ആയ പാൽ വേണം ഇതിനായിട്ട് എടുക്കാൻ. അപ്പോൾ പാലൊഴിച്ച് നന്നായി ഇളക്കി ബാറ്റർ ഇത് റെഡിയായി. ബേക്ക് ചെയ്യാനായിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദപ്പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് ബാറ്റർ ഒഴിക്കാം. ബബിൾസ് വരാതിരിക്കാനായിട്ട് ഫോർക്ക് കൊണ്ട് ചെറുതായിട്ട് ഇളക്കി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ വയ്ക്കാനായി ചൂട് കട്ടിയുള്ളൊരു പാത്രം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പാത്രം എടുത്ത് ഇതിനെ മൂടി വയ്ക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ കേക്ക് ഇതുപോലെ റെഡിയായി. തണുത്ത് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം.